ഈ സമയം നമ്മുടെ വ്യക്തിപരമായ നിയോഗ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 48 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഞാനാണ് ജീവൻ്റെ അപ്പം. നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എന്നാൽ അവർ മരിച്ചു. ഇതാ, ജീവൻ്റെ അപ്പമായി എന്നെ ഭക്ഷിക്കുന്നവർ എന്നും ജീവിക്കും. ഞാനാണ് ജീവൻ്റെ അപ്പം. ഈ അപ്പം എൻ്റെ ശരീരമാണ്. ഈ അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ പൊന്നു തമ്പുരാനെ, സ്നേഹസമ്പന്ന എൻ്റെ നല്ല ഈശോയെ, ജീവൻ്റെ അപ്പമായി നിന്നെ ഭക്ഷിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇവിടെ തുറക്കണമേ. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി 3 ആണിന്മേൽ തറയ്ക്കപ്പെട്ട് ഭൂമിക്കും ആകാശത്തിന് മധ്യേ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച പൊന്നു തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി നിന്ദനമേറ്റ പൊന്നു തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി ചാട്ടവറാടി ഏറ്റുവാങ്ങിയ പൊന്നു തമ്പുരാനെ, ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, അപ്പാ, നിന്റെ സ്നേഹത്തിന് പകരം വയ്ക്കുവാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല ഈശോയെ. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അപ്പാ. ഞങ്ങൾ അറിയുന്ന പൊന്നു തമ്പുരാനെ, ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും അവിടുന്ന് ശിക്ഷ ഏൽക്കുകയാണല്ലോ. ഓരോ തെറ്റുകൾക്കും അവിടുന്ന് അടി വാങ്ങുകയാണല്ലോ. നല്ല ഈശോയെ, ഞങ്ങളുടെ കൈകളിലൊന്നുമില്ല അപ്പാ. നിനക്ക് തരുവാൻ കർത്താവേ, ഞങ്ങളുടെ ജീവനും ജീവിതവും ഈശോയെ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ഏറ്റെടുക്കണമേ അപ്പാ. നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോ കുടുംബങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ ഈശോയെ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ, നിന്നെ കൊടുക്കുവാൻ, സ്വർഗരാജ്യം വളർത്തുവാൻ, നിന്നിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ കർത്താവേ, ഞങ്ങളെ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നുപ്പാ. സ്നേഹസമ്പന്നനായ പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ ഓരോ കുടുംബ ജീവിതങ്ങളെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നപ്പാ. ജീവിതം അടുത്തുപോയ മക്കളുണ്ട് കർത്താവേ. ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ടപ്പാ. ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരുണ്ട് ഈശോയെ. കുടുംബജീവിതം 6 മാസം 1 വർഷം കഴിഞ്ഞാൽ പരസ്പരം പിരിഞ്ഞു പോകുന്ന ബന്ധങ്ങൾ കർത്താവേ, ഈശോയെ, തക്ക ഇണയെ നൽകി കുടുംബജീവിതത്തെ മെനഞ്ഞെടുത്ത പൊന്നു തമ്പുരാനെ, ഈശോയെ, പവിത്രമായൊരു കുടുംബജീവിതം നയിക്കുവാൻ ഈശോയെ എല്ലാ മക്കളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മക്കളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഈശോയെ. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസം എന്ന് പറയുവാൻ കർത്താവേ, ഓരോ കുടുംബങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈശോയെ, ഒത്തിരിയേറെ വഴിതെറ്റി പോകുന്ന മക്കളുണ്ടപ്പാ. മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. ദേവാലയത്തിലും ദേവാലയ കുദാശയോടും ചേർന്ന് നിൽക്കാതെ വഴിതെറ്റിപ്പോകുന്ന മക്കള്, അവരെ ഓർത്ത് കണ്ണീര് വാർക്കുന്ന അപ്പനമ്മമാര് കർത്താവേ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ അപ്പാ. വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളുടെ ഓരോ മക്കളെയും കർത്താവേ നെടുത്തുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ മക്കളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ കർത്താവേ. എല്ലാത്തിലും ഉപരി അപ്പാ, വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ യുവതി യുവാക്കളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശ്വാസമില്ലാത്ത അവസ്ഥ കർത്താവേ, എത്രയോ അപ്പനമ്മമാര് കണ്ണീരോടെ കരയുന്നപ്പാ. ഈശോയെ, കുറച്ച് നാളിലും കർത്താവേ, നിന്നിലേക്ക് അടുപ്പിച്ച് വളർത്തിയ മക്കളെ ഒരു പ്രായപരിധി എത്തുമ്പോൾ എൻ്റെ കർത്താവേ, ദേവാലയത്തിനും ദേവാലയ കൂദാശയോടും മറുതലിച്ച് നിൽക്കുന്ന മക്കളപ്പാ, ഞങ്ങളെ മക്കളോട് നീ കരുണയായിരിക്കണമേ കർത്താവേ. ഈശോയെ,
എല്ലാ മക്കളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. വിശുദ്ധിയുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണമേ. സഭയ്ക്കും സമൂഹത്തിനും നാടിനും നല്ലൊരു മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോ മക്കളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഇടവകയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവക സമൂഹത്തെ നയിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അച്ഛനെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലയും കർത്താവേ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ ഈശോയെ കർത്താവേ, എളിമയോടുകൂടെ ഞങ്ങളുടെ വൈദികരെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കുന്നു. പ്രത്യേകം ഞങ്ങളുടെ ഇടവകൾ ശുശ്രൂഷ ചെയ്യുന്നതായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരോഗ്യവും ബലവും കരുത്തും പ്രദാനം ചെയ്യണമേ. സ്വർഗരാജ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് ഓരോ മക്കളെ വളർത്തിയെടുക്കുവാൻ, ഓരോ കുടുംബങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സിനെയും ഇവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും കർത്താവെ നിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യുവാക്കള്, ഈശോയെ, അപ്പന്മാര്, കുടുംബങ്ങളെ നിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഒരു മക്കളും നശിച്ചു പോകുവാൻ നീ അനുവദിക്കരുതപ്പാ. നിന്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവെ, തിരുശരീരങ്ങൾ ഭക്ഷിക്കുവാൻ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ ഭവനങ്ങളെയും എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ആരാധന 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 ആരാധന.